നമസ്കാരം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വീട്ടമ്മമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടച്ഛന്മാരുണ്ടെങ്കിൽ, എങ്ങനെ ഞാൻ പറയാൻ കാരണം, നമ്മൾ വീട്ടിൽ ജോലി ചെയ്യാതെ നമ്മൾ കുടുംബം മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ചില വഴികളുമായിട്ടാണ്, എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ വീട്ടമ്മമാർ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, അല്ലേ? നമ്മുടെ അമ്മമാരാവട്ടെ അമ്മൂമ്മമാരാവട്ടെ ഇവരൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട് കൊണ്ടുപോകുന്നത് തന്നെ അവരാണ്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ അവർക്കും സ്കിൽസ് ഉണ്ടാകാം. പക്ഷേ ഈ വീട് നടത്തിക്കൊണ്ടു പോകണം എന്ന ചിന്ത അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു പക്ഷേ പുറത്തു പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ അവർക്കുള്ള സ്കിൽസ്, അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് അവർക്കും വരുമാനം ഉണ്ടാക്കാം എന്നും പറയുന്ന സമയത്ത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നാം ഓരോരുത്തരും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ഹോം മേക്കേഴ്സിന് പാസീവായിട്ട് ഇൻകം നേടാനുള്ള 5 വഴികളെ കുറിച്ചാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള വഴികൾ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 വഴികൾ നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബൊസോയോ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. സോ വീട്ടമ്മമാർക്ക് എങ്ങനെയാണ് പാസീവായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത്? പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഇരുന്നു കൊണ്ട് നമുക്ക് വരുന്ന ഒരു പണമല്ല, അല്ലെ? നമ്മൾ കൃത്യമായിട്ട് ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് പണം ലഭിക്കുകയുള്ളൂ. ഇതിന്റെ സിമ്പിൾ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ നമ്മൾ എഫേർട്ട് ഇടുന്നു, പിന്നീട് നമുക്ക് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഒരു വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ എഫേർട്ട്, കൺസിസ്റ്റൻസി, സ്കിൽസ്, മാർക്കറ്റ് ഡിമാൻഡ് ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇൻകം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത്. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള യാതൊരു ഏർണിംഗ്സും ഉണ്ടാക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല. 5 പാസീവ് ഇൻകം സോഴ്സസിൽ ഏറ്റവും ആദ്യത്തെ ഒരു പാസീവ് ഇൻകം വഴി എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്കറിയാം, ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ വഴികളിലൂടെ വരുമാനം നേടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് ധാരാളം റിസോഴ്സസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടമ്മമാർക്കും ചെറിയ ഡിജിറ്റൽ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അവർക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ വിറ്റുകൊണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റിന്റെ ബിസിനസ് നടത്തിക്കൊണ്ട് ചെറിയ വരുമാനം ഉണ്ടാക്കാൻ സാധ്യമാണ്. എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തെ, നമ്മൾ വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നെക്സ്റ്റ് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നല്ല ഭക്ഷണം, നല്ല കുക്കിംഗ്, നല്ല പാചക ചേരുവകൾ, ഇതൊക്കെയാണ്, അല്ലെ? ഈ വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒരു ബുക്കായിട്ട് നമുക്ക് ചെലവാക്കാൻ പറ്റുമെങ്കിലോ? പല നാട്ടിലും പല ഫ്ലേവേഴ്സ് ആണ്, അല്ലെ? ഓരോ നാട്ടിലും ഓരോ ഫ്ലേവേഴ്സ് ആണ്. അതൊക്കെ ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിലും മറ്റും ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഐറ്റംസിൽ ഒന്ന് പാചകം തന്നെ ആയിരിക്കും, അല്ലെ? ഒരു റെസിപ്പി എങ്കിലും നോക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. സോ ഇത്തരത്തിലുള്ള റെസിപ്പികൾ, വെറൈറ്റികളായിട്ടുള്ള റെസിപ്പികൾ ഒരു ബുക്ക് രൂപത്തിൽ നമുക്ക് വിൽക്കാൻ പറ്റിയാലോ? അത് വളരെ നല്ല ഒരു ഇൻകം സോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മീൽ പ്ലാനറുകൾ, കൂടാതെ ബഡ്ജറ്റ് പ്ലാനറുകൾ, കുട്ടികളുടെ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഷീറ്റുകൾ, കൂടാതെ ഫെസ്റ്റിവലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ചില ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ, നമ്മുടെ പല സ്ത്രീകളും ഈ പറഞ്ഞ പോലത്തെ ധാരാളം സ്കില്ലുകളുള്ള ആളുകളുണ്ട്. സോ ഇവർക്കൊക്കെ ഇത്തരത്തിൽ ഫെസ്റ്റിവൽ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്തുകൊണ്ട്, അവരുടേതായിട്ടുള്ള അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് അത് പ്രിന്റബിൾ രൂപത്തിൽ ഓൺലൈനായിട്ട് നമുക്ക് സെൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. കൂടാതെ ഒരു വീട് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പ്ലാനറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സെൽ ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ കുക്കിംഗിൽ എക്സ്പേർട്ട് ആണെങ്കിൽ നല്ല റെസിപ്പികൾ PDF രൂപത്തിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാം അടുക്കി പെറുക്കി വെക്കുക, എങ്ങനെയാണ് വീട് എങ്ങനെയാണ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതൊക്കെ നിങ്ങൾ അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഓർഗനൈസർ എന്ന രീതിയിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും, ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് വഴി എവിടെയാണ് നമ്മളത് വിൽക്കുന്നത്? അതിനുള്ള വഴികളുണ്ട്. ഇഷ്ടംപോലെ ധാരാളം ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ എറ്റ്സി, ഗംറോഡ്, നിങ്ങളുടെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ഇൻസ്റ്റഗ്രാം, ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് വിൽക്കാം. സോ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഇതിന് ഫിസിക്കൽ സ്റ്റോക്ക് ആവശ്യമില്ല, പാക്കിങ്ങോ സ്റ്റോറേജോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു, പല തവണകളിലായിട്ട് അത് വിൽക്കുന്നു. അടുത്ത ഒരു പാസീവ് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് നത്തിങ് ബട്ട് യൂട്യൂബ് ചാനൽ. ഇന്ന് ധാരാളം വീട്ടമ്മമാർ യൂട്യൂബ് ചാനലിൽ നിന്നും വളരെ മികച്ച വരുമാനം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുക്കിംഗ്, വീട് എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ടിപ്പുകൾ, ബഡ്ജറ്റ്, ഗാർഡനിങ്, അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ, കൂടാതെ കുട്ടികളുടെ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വരെ ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇന്ന് മികച്ച വരുമാനം ഉണ്ടാക്കുന്നു. യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനത്തെ കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് എല്ലാവർക്കും വളരെ ബേസിക് ആയിട്ട്, വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും സ്കില്ല് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ,
ചെറിയ രീതിയിലുള്ള ഡിജിറ്റൽ പരിജ്ഞാനവും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു സോഴ്സ് ഓഫ് ഇൻകം തന്നെ ഉണ്ടാക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ യൂട്യൂബ് എങ്ങനെയാണ് പേ ചെയ്യുന്നത്? നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പേയ്മെന്റ് വന്നു തുടങ്ങും. പക്ഷേ ശ്രദ്ധിക്കുക, യൂട്യൂബ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ വരുമാനം കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഒരു ടൈം പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അതിനുശേഷം നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, ഓൾവേസ് നമ്മൾ ഒറിജിനൽ കണ്ടന്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ യൂട്യൂബിൽ. മറ്റുള്ളവരുടെ കണ്ടന്റ് കോപ്പി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒറിജിനൽ മ്യൂസിക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കോപ്പിറൈറ്റുള്ള മ്യൂസിക് യൂസ് ചെയ്യാൻ പറ്റില്ല. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് മറ്റൊരു സോഴ്സ് ഓഫ് ഇൻകം. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പ്രോഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. എങ്ങനെയാണ് കമ്മീഷൻ ലഭിക്കുന്നത്? നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് കസ്റ്റമർ നിങ്ങളുടെ ലിങ്ക് ത്രൂ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും കമ്മീഷൻ ലഭിക്കുന്നു. ഉദാഹരണത്തിന് കിച്ചണുമായി ബന്ധപ്പെട്ട ടൂൾസ്, ഹോം അപ്ലയൻസസ്, വസ്ത്രങ്ങൾ, സാരി പോലെയുള്ള കാര്യങ്ങൾ, ബേബി പ്രൊഡക്ട്സ്, പുസ്തകങ്ങൾ, ഇവയെല്ലാം നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും. ഇനി എവിടെയാണ് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത്? യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ബ്ലോഗുകൾ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, ഇവയിലൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജെന്യുവിനായിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ. വെറും പണത്തിന് വേണ്ടി മാത്രം ഒരു കാര്യം നമ്മൾ പ്രോമിസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. മാത്രമല്ല, നിങ്ങൾ ഇതൊരു അഫിലിയേറ്റ് ലിങ്ക് ആണ്, നിങ്ങളൊരു മിഡിൽ പേഴ്സൺ മാത്രമാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. കാരണം സുതാര്യതയാണ് വിശ്വാസത്തെ ഉയർത്തുന്നത്. നമ്മുടെ വീടോ കെട്ടിടമോ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടും നമുക്ക് പണം ഉണ്ടാക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ റൂം കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു ഔട്ട് ഹൗസ് പോലെയോ അല്ലെങ്കിൽ മറ്റൊരു ചെറിയ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ കെട്ടിയിട്ട ഒരു ബിൽഡിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ അത് വാടക കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്, ആ ക്യാമറ നിങ്ങൾക്ക് റെന്റ് ഔട്ട് ചെയ്യാം. മാത്രമല്ല, പാർട്ടി ഡെക്കറേഷൻ ഐറ്റംസ് അല്ലെങ്കിൽ ബേബി എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ടൂളോ പ്രൊഡക്റ്റോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കാം. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, ആ പ്രൊഡക്റ്റ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെക്കാം. നമ്മളൊരു പ്രൊഡക്റ്റ് വാടക കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണോ കൊടുത്തത് അതേ രൂപത്തിൽ തന്നെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് തിരിച്ച് കിട്ടണം. അത്തരത്തിലുള്ള ടേംസും കണ്ടീഷൻസും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് റെന്റിന് കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുക, അവരുടെ ജെന്യുവിനിറ്റി നോക്കുക, സേഫ്റ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മാത്രമല്ല, പ്ലാറ്റ്ഫോം റൂളുകളും കൃത്യമായിട്ട് പാലിക്കുക. ഓൾവേസ് ഫോളോ ലോക്കൽ റൂൾസ് ആൻഡ് പ്ലാറ്റ്ഫോം ഗൈഡ് ലൈൻസ്. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അഞ്ചാമത്തെ ഒരു പാസീവ് ഇൻകം ഐഡിയ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആണ്. നമുക്കറിയാം, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റ് പല ഇൻവെസ്റ്റ്മെന്റ് സോഴ്സുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിന്? നമുക്ക് മികച്ച റിട്ടേൺ കിട്ടണം. അതിൽ ചില ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ് പേ ചെയ്യുന്ന സ്റ്റോക്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഗവൺമെന്റ് ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ, അങ്ങനെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പലിശയുടെയോ ഡിവിഡൻഡിന്റെയോ രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസീവ് ഇൻകം ആയിട്ട് അത് ലഭിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകൾ പോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മാർക്കറ്റ് റിസ്ക് ഇൻവോൾവ് ആണ്. അതും കൂടെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പഠിക്കുക, പിന്നീട് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൂടാതെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് എപ്പോഴും സംസാരിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളും ഉപദേശങ്ങളും തേടുക. സോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിംഗ് ആണ്. അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു പണമല്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ സംസാരിച്ചത് 5 പാസീവ് ഇൻകം ഐഡിയകൾ. വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്കും ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ പാസീവ് ഇൻകം ഐഡിയാസ് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ഈ ഐഡിയ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ, അവരും സമ്പാദിക്കാൻ ആരംഭിക്കട്ടെ, അവർക്കും ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവട്ടെ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എഴുതാൻ നിങ്ങൾ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബോസ് വാല, ബി ദ ബോസ്.